ഈ സൂറത്തൊരു അത്ഭുതമാണ് കേട്ടോ. ഇത് ഓതുന്നവർ സത്യത്തിൽ രക്ഷപ്പെട്ട ആളുകളാണ്. ഇത് നിങ്ങൾക്ക് ഓതാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ, ഞാൻ പറയുന്നു, പരാജയമാണ്. അത്രയും നേട്ടമുള്ള ഒരു സൂറത്ത്. നോക്കൂ, ഞാൻ ഇതിൻ്റെ നേട്ടങ്ങളെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തത്, ഇത് 3 തവണ നിങ്ങൾ പാരായണം ചെയ്താൽ, ഈ സൂറത്ത് വളരെ ചെറിയ നിസാരമായ വലുപ്പമുള്ള ചെറിയ ഒരു സൂറത്താണ്. പക്ഷെ അതിൻ്റെ മഹത്വമോ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഇത് 3 തവണ ഓതിയാൽ ഖുർആൻ ഒരു തവണ ഖത്തം തീർത്ത മുഴുവനായി ഓതിയ പ്രതിഫലം കിട്ടും. എത്ര? ഇത് 3 തവണ ചൊല്ലാൻ 1 മിനിറ്റ് മതിയാകും. അങ്ങനെ ചൊല്ലിയാൽ ഖുർആൻ മുഴുവൻ ഓതിയതുപോലത്തെ ഒരു കൂലി നിങ്ങൾക്ക് കിട്ടുമെന്നർത്ഥം. 2, 50 വർഷത്തെ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും ഈ സൂറത്ത് ഓതിയാൽ. 50 വർഷത്തെ പാപങ്ങൾ. മൂന്നാമത്തെ ഒന്ന് പറയട്ടെ, സ്വർഗത്തിൽ പോകാനുള്ള അവസരം ലഭിക്കും. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ അവസരം കിട്ടും. എത്ര വലിയ നേട്ടാണിത്! സൂറത്ത് പറയാം. പിന്നെ 4-മത്തെ ഒന്ന്, ഇത് ഓതി ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കപ്പെടും. ഇത് ഓതി ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കപ്പെടുമെന്ന്. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് ഓതി ദുആ ചെയ്തോളൂ. 5-മത്തത്, ദാരിദ്ര്യം ഉണ്ടാവില്ല. ദാരിദ്ര്യം ഉണ്ടായാലുള്ള അവസ്ഥ നമുക്കറിയാലോ. 6, അള്ളാഹു അവനെ ഇഷ്ടപ്പെടും. ഇത് ഓതുന്നയാളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. 7-മത്തെ ഒന്ന്, അവൻ മരിച്ചു കഴിഞ്ഞാൽ, ഇത് ഓതുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കും. മലക്കുകളുടെ ദുആ അയാൾക്ക് കിട്ടും. മലക്കുകൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യും. 8-മത്തെ ഒന്ന് പറയട്ടെ, ഖബറിന്റെ പിടുത്തത്തിൽ നിന്ന് അള്ളാഹു ഒരു മഴ നൽകും. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, അദാബിൽ നിന്ന് അള്ളാഹു വലിയ സംരക്ഷണം കിട്ടാൻ ഇതൊരു കാരണമാകും. 9-മത്തത്, 10 തവണ ഈ സൂറത്ത് ഓതിയാൽ സ്വർഗത്തിലൊരു കൊട്ടാരം അള്ളാഹു അവന് പണിതു കൊടുക്കും. സ്വർഗത്തിലെ ഒരു കൊട്ടാരം അവൻ അള്ളാഹു പണിതു കൊടുക്കും. 10-മത്തെ ഒന്ന്, അവൻ്റെ അയൽവാസിക്കും നന്മകൾ ലഭിക്കും. ഇത് ഓതുന്നവൻ്റെ അയൽവാസിക്കും അള്ളാഹു നന്മകൾ നൽകും. 10 മഹത്വങ്ങൾ. നോക്കൂ, അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളല്ല ഓരോന്നിനും. ഇത് ഒരു തവണ പാരായണം ചെയ്യാൻ കേവലം കുറഞ്ഞ സെക്കൻഡുകൾ മതി. ഞാൻ പറയുന്നു, അരമിനിറ്റ് പോലും വേണ്ട. അത്രയും വലിയ നേട്ടമുള്ള ഒരു സൂറത്ത്. അതേതാണെന്നറിയോ? സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണെന്ന് പറയുന്ന വഹ്ദാനിയത്തിന്റെ സൂറത്ത്. നഷ്ടപ്പെടുത്തല്ല, ഓതിക്കോ, നിരന്തരം ഓതിക്കോളൂ. നിരന്തരം രക്ഷപ്പെടാനുള്ള വലിയ മാർഗം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.